BJPയെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൈവിടാൻ പോകുന്ന രണ്ടാമത്തെ സംസ്ഥാനം രാജസ്ഥാനാണെന്ന് അവരുടെ സർവേ തന്നെ ഉറപ്പിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ നിലവിൽ ആകെയുള്ള 25 ലോക്സഭാ സീറ്റിൽ രാജസ്ഥാനിൽ 25 നേടിയിട്ടുള്ള BJPക്ക് പകുതിയോളം സീറ്റുകൾ നഷ്ടപ്പെട്ടേക്കാമെന്നാണ് സർവേ പുറത്തു വന്നിരിക്കുന്നത്. വെറുതെ കാടടച്ച് വെടിവെക്കുന്നതല്ല ഈ സർവേ. വ്യക്തമായ കണക്കെടുപ്പും ഡാറ്റ കളക്ഷനും നൽകുന്ന വിവരമനുസരിച്ച് ചുരു, നാഗാവു, ബാർമാർ, ദൗസ, ടോങ്ക്, അതുപോലെ ബൻസ്വാര, ഉദയ്പൂർ, കോട്ട, ജോധ്പൂർ, ജാലൂർ, ആൽവാർ, കറൗലി എന്നീ 12 മണ്ഡലങ്ങൾ BJPക്ക് നഷ്ടപ്പെടുമെന്ന വ്യക്തമായ സൂചനയാണ് ഈ സർവേയിലൂടെ ലഭിച്ചിരിക്കുന്നത്. ഇതിൽ 6 സീറ്റുകൾ കോൺഗ്രസ് സഖ്യത്തിന് ഉറപ്പിച്ച മട്ടാണ് എന്ന് എല്ലാ സർവേകളും മാധ്യമങ്ങളും വിധിയെഴുതി കഴിഞ്ഞു. ഇതിന് പ്രധാനപ്പെട്ട കാരണം കോൺഗ്രസ് ഇത്തവണ പതിവിൽ നിന്നും വ്യത്യസ്തമായി ഉണ്ടാക്കിയ സഖ്യം തന്നെയാണ്. അതുവഴി ഒറ്റയ്ക്ക് നിന്നാൽ പോലും ലഭിക്കുന്ന ഹനുമാൻ ബെനിവാളിൻ്റെ RLPക്ക് ലഭിക്കുന്ന സീറ്റ് നാഗാവ്, ആ മണ്ഡലവും അതുപോലെ ഭാരതീയ ആദിവാസി പാർട്ടിയുടെ ബൻസ്വാരി മണ്ഡലവും ഇതിൽ ഉൾപ്പെടുകയാണ്. ഒരു നിയമസഭാ മണ്ഡലത്തിൽ 70,000-ലധികം വോട്ടുകൾക്ക് ജയിച്ച രാജ്കുമാർ MLA ആണ് ബൻസ്വാരയിൽ ആദിവാസി പാർട്ടിയുടെ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥി. അതുകൂടാതെ BJPയിൽ നിന്നും എത്തിയ സിറ്റിംഗ് MP രാഹുൽ കസ്വാൻ കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുന്ന ചുരു മണ്ഡലം കോൺഗ്രസ് അങ്ങട് ഉറപ്പിക്കുകയാണ്. സച്ചിൻ പൈലറ്റിൻ്റെ മണ്ഡലമായ ടോങ്ക് മണ്ഡലവും അതുപോലെ ദൗസ മണ്ഡലവും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ബഹുദൂരം മുന്നിലെത്തിക്കഴിഞ്ഞു. 1,00,000-ലധികം ഭൂരിപക്ഷം ഉണ്ടാകുമെന്ന് ഈ സർവേ തന്നെ പറയുന്നുണ്ട്. അതുപോലെ ആദിവാസികളുടെ പിന്തുണ കൊണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയമുറപ്പിക്കുന്ന ഒരു മണ്ഡലമാണ് ഉദയ്പൂർ. ഈ 6 മണ്ഡലങ്ങളിൽ കോൺഗ്രസ് അഥവാ ഇന്ത്യ മുന്നണി തരംഗമാണ് എല്ലാ മാധ്യമങ്ങളും പറയുന്നത്. ഒപ്പം ബാർമർ മണ്ഡലവും വളരെ പ്രതീക്ഷയിലാണ്. അതുപോലെ ലോക്സഭാ സ്പീക്കർ മത്സരിക്കുന്ന കോട്ട മണ്ഡലവും കേന്ദ്രമന്ത്രി ഗജേന്ദ്ര ഷെഖാവത്ത് മത്സരിക്കുന്ന ജോധ്പൂർ സീറ്റും BJPക്ക് നഷ്ടപ്പെടുമെന്ന് അവർ തന്നെ സർവേ നടത്തി കണ്ടെത്തിയിട്ടുണ്ട്. ഷെഖാവത്തിനെ തോൽപ്പിക്കാൻ വസുന്ധരയുടെ ടീം തന്നെ മുന്നിൽ നിൽക്കുന്നു. അതുപോലെ ജാലൂരും ആൽവാറും കറൗലി മണ്ഡലങ്ങളും ഇത്തവണ കോൺഗ്രസ് വിജയിക്കുമെന്നാണ് സർവേ വ്യക്തമാക്കുന്നത്. ഈ 12 മണ്ഡലങ്ങളിലും തീപാറുന്ന പോരാട്ടമാണ് കാഴ്ചവെക്കുന്നത്. ഇതോടെയാണ് കർണാടകയ്ക്ക് പുറമെ രാജസ്ഥാനിലും BJP വലിയ തിരിച്ചടി നേരിടുമെന്ന് ഉറപ്പിക്കുന്നത്. ഇത് വെറുതെയല്ല, വ്യക്തമായ സർവേയുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. രാജസ്ഥാൻ എന്നത് കോൺഗ്രസിന് നല്ല വേരോട്ടമുള്ളൊരു സംസ്ഥാനമാണ്. പക്ഷെ തമ്മിലടിയാണ് അവിടുത്തെ എപ്പോഴത്തെയും പ്രശ്നം. അധികാരം നഷ്ടപ്പെട്ടതോടെ ഏറ്റവും നല്ല സുഹൃത്തുക്കളായി മാറിയ അശോക് ഗെഹ്ലോട്ടും സച്ചിൻ പൈലറ്റും ഒന്നിച്ചെടുത്ത ചില തീരുമാനങ്ങളാണ് കോൺഗ്രസിനെ വിജയിപ്പിക്കുന്നത്. ഒപ്പം രാജസ്ഥാനിലെ PCCയും ഇതിനൊപ്പമുണ്ട്. കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ വിജയം അവർ സഖ്യമുണ്ടാക്കിയതാണ്. ഹനുമാൻ ബെനിവാളിൻ്റെ RLP, അതുപോലെ ഭാരതീയ ആദിവാസി പാർട്ടി, CPM, CPI ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തുടങ്ങിയവരുമായി സഖ്യമുണ്ടാക്കിയതോടെ ചുരുങ്ങിയതൊരു 8% വോട്ടുകളെങ്കിലും കൂടുതൽ ലഭിക്കുകയാണ് ഇന്ത്യ സഖ്യത്തിന്. CPMന് നൽകിയ സിക്കാർ സീറ്റാണ്. അങ്ങനെ സഖ്യത്തിൻ്റെ വിജയമാണ് ഇവിടുത്തെ ആദ്യ വിജയം. അതിനുശേഷമാണ് 12ഓളം സീറ്റുകൾ കോൺഗ്രസ് സഖ്യത്തിന് എല്ലാ സർവേകളും പ്രവചിക്കുന്നത്. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഈ ദിനയുടെ ആധികാരിക സർവേയിൽ കർണാടകയിൽ ആകെയുള്ള 28-ൽ 17 സീറ്റുകൾ കോൺഗ്രസ് നേടുമെന്ന് വ്യക്തമാക്കിയിരുന്നു. നിലവിൽ കോൺഗ്രസിന് 1 സീറ്റ് മാത്രമാണ് കർണാടകയിലുള്ളത്. അവിടെയും സംഘടനാ തലത്തിൽ വന്ന വലിയ ഒറ്റക്കെട്ടാണ് കോൺഗ്രസിൻ്റെ വിജയമുറപ്പിക്കുന്നത്. ഇപ്പോഴിതാ രാജസ്ഥാനും കോൺഗ്രസിന് പ്രവചിക്കുകയാണ്. അപ്പോഴും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ 400 സീറ്റുകൾ നേടുമെന്നും പറഞ്ഞ് നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് നടക്കുകയാണ്. കർണാടകയിൽ BJPക്ക് 17 സീറ്റ് കുറയുമെന്ന് പറഞ്ഞത് പ്രധാനപ്പെട്ട ഒരു സർവേയാണ്. അതുപോലെ രാജസ്ഥാനിൽ 12 സീറ്റുകൾ കുറയുമെന്ന് പറയുന്നതും പ്രധാനപ്പെട്ട സർവേയും BJPയുടെ ആഭ്യന്തര സർവേയുമാണ്. അതിൽ BJPയുടെ ആഭ്യന്തര സർവേ തന്നെ ഉറപ്പിക്കുന്നത് BJP കേന്ദ്രങ്ങളെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. നമുക്കറിയാം, പാകിസ്ഥാനോട് അതിർത്തി പങ്കിടുന്ന ഒരു സംസ്ഥാനമാണ് രാജസ്ഥാൻ. ആ രാജസ്ഥാൻ പത്താൻകോട്ട് ആക്രമണത്തെയൊക്കെ അപലപിച്ച് BJPയെ മുഴുവൻ ജയിപ്പിച്ച് മോദിക്ക് ഒരു പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ 2019-ൽ 25 സീറ്റുകളും BJP നേടി. ഇത്തവണ അതിൻ്റെ കള്ളക്കളി പുറത്തു വന്നതും രാജസ്ഥാനിൽ തിരിച്ചടിക്ക് കാത്തു നിൽക്കുകയാണ് BJP. ഏതായാലും കഴിഞ്ഞ തവണ പരമാവധി സീറ്റുകൾ നേടിയിരുന്ന ഒരു സംസ്ഥാനത്ത് പകുതിയിലേറെ സീറ്റുകൾ കുറയുമെന്ന് സർവേകൾ വ്യക്തമാക്കുമ്പോഴും
400 സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞു നടക്കുന്ന നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും കബളിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. ഒരു കാര്യം മനസ്സിലാക്കുക, BJPക്കുള്ളത് നിലവിൽ 290 സീറ്റുകളാണ്. കർണാടകത്തിലും രാജസ്ഥാനിലും കൂടി 28 സീറ്റുകൾ നഷ്ടപ്പെടുമെന്ന് സർവേ വ്യക്തമായി പറയുന്നു. അപ്പോൾ 262 സീറ്റുകളാണ് അവർക്ക് ലഭിക്കുന്നത്. കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 272 സീറ്റ് എന്നിരിക്കെ BJPക്ക് രാജ്യം ഭരിക്കാൻ കഴിയുമോ എന്നതാണ് നമ്മൾ വിലയിരുത്തേണ്ടത്.